രാവിലെ എന്താണ് കഴിക്കാനുണ്ടാക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് തുടങ്ങിയോ എന്താണ് തിന്നാനെന്ന്? എന്തായാലും തിന്നാൻ തരുമല്ലോ. എനിക്കൊരു സെൻസേഷണൽ ന്യൂസ് കിട്ടിയിട്ടുണ്ട്, അറിയാവോ? ഓക്കെ, മനസ്സിലായി. ഇത് ഇന്നലെ രാത്രി തന്നെ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ. നിന്റെ ഭർത്താവ് എവിടെയാ പോയിരിക്കുന്നു അറിയാവോ? എനിക്കറിയാം എവിടെയാണെന്ന്. ആർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഡൽഹിക്ക് പോയിരിക്കുക. ഹലോ, ആർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ പോയത് ഡൽഹിയിലല്ല, നൈറ്റ് ഷൂട്ടിങ്ങിന് വേണ്ടി ലവറുമായി ഹണിമൂണിന് പോയിരിക്കുക. ഞാൻ വിശ്വസിക്കില്ല. നീ വായ തുറന്നാൽ നുണയെ പറയുള്ളൂന്നറിയാം. എന്നെ വശീകരിക്കാൻ വേണ്ടി ഓരോ കള്ളക്കഥകളും പറഞ്ഞ് അടുത്ത് കൂടുകയാണ് നീ. ഓ, നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കാനാ? ഞാൻ പറയുന്നത് നേരാണ് തുളസി. ഓക്കെ, നീ വിശ്വസിക്കണ്ട, നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ ആദ്യം കണ്ട് ബോധ്യപ്പെടുക, അത് കഴിഞ്ഞ് വിശ്വസിച്ചാ മതി. ഓക്കെ തുളസി, നിനക്കിത് ബോധ്യപ്പെടാൻ വേറെ ഐഡിയ ഉണ്ട്. അതിനായി കോളർ ഐ ഡി. ആരേത് സ്ഥലത്ത് നിന്ന് ഫോൺ വിളിച്ചാലും ഈ കോളർ ഐ ഡിയിൽ നമ്പർ തെളിയും. ഇതിൽ വരുന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചാൽ അത് ഏത് സ്ഥലത്തു നിന്നാണ് എവിടെ നിന്നാണ് വിളിച്ചെന്നുള്ളത് നിനക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ എന്ന് നിനക്ക് ബോധ്യമാവും. ആ ദേ കണ്ടോ, ഡാർജിലിംഗ് എന്നാ. വേഗം സംസാരിക്ക്. ഹലോ ഹലോ തുളസി, ഞാനാ. അതെ, നിങ്ങൾക്ക് സുഖാണോ? സുഖം തന്നെ. സുഖാണെന്നോ? ഓ, എന്റെ ജോലി കൊടുത്ത ക്ലൈമറ്റ് നന്നായിരിക്കുന്ന പറഞ്ഞേ. ആ, ഏത് നാട്ടിലാ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഡൽഹിക്കാ പോണേന്ന്? ഓ, നിങ്ങൾ പറഞ്ഞിരുന്നു. നവീൻ അവിടെയുണ്ടോ? ആ, അവനെന്റെ അടുത്ത് തന്നെ നിക്കുക. ഒന്നവന് കൊടുത്തേ. അവനെ എക്സസൈസ് ചെയ്യാ. ആ, എനിക്ക് ജോലിക്ക് സമയമായി, ഞാൻ ഫോൺ കട്ട് ചെയ്യട്ടെ? ആ, ശരി. ആ തുളസി, ആരോഗ്യം ശ്രദ്ധിക്കണേ. ആ, ശരി. അതെ, അങ്ങേരവിടെ എന്ത് ചെയ്യാ? അങ്ങേരിവിടെ ജോലിയിലാ. നീ പറഞ്ഞ ശരിക്കും കേട്ടില്ലേ? ഓഹോ, എനിക്ക് നിന്നോട് സിമ്പതിയാ. സെന്റിമെന്റാ. അങ്ങേരവിടെ ഇപ്പൊ ഷൂട്ടിങ്ങിലാ. താങ്ക്സ്. അല്ല, അതിരിക്കട്ടെ, ആ ഫോൺ വന്ന സ്ഥലം എവിടെ നിന്നാന്ന് നോക്കി.